ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം കുറച്ച് ദിവസങ്ങളായി ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവവചനം ധ്യാനിച്ചു വന്നത്. ഏതാണ് വിഷയം? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഈ ആശയത്തെ ആസ്പദമാക്കിയാണ് നാം സംസാരിച്ചു വന്നത്, ചിന്തിച്ചു വന്നത്, പ്രാർത്ഥിച്ചു വന്നത്. ഈ ചിന്തകളും ഈ ധ്യാനങ്ങളും ഈ തിരുവചന ശുശ്രൂഷയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണം. അനുഭവിച്ചില്ലെങ്കിൽ അതൊരു വെറും കേൾവി മാത്രമായി പോകും. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ജീവിതമാണല്ലോ, പഠനത്തിൻ്റെ ജീവിതമല്ല, അറിവിൻ്റെ ജീവിതമല്ല. കുറേ അധികം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്, ദൈവം അതാണ് ഇതാണെന്നൊക്കെ നാം ചുമ്മാ കുറച്ച് ബുദ്ധിയിൽ അറിഞ്ഞു എന്നുള്ളതുകൊണ്ടും കാര്യമായ പ്രയോജനമില്ല. ആ അറിവ് വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിൽ പരിണമിക്കണം, എങ്കിലേ അത് അനുഭവമായി തീരുകയുള്ളൂ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? നാം കേൾക്കുന്ന ഈ ജീവൻ്റെ സന്ദേശം നാം അത് വചനമായി ഗ്രഹിക്കുകയും അത് വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിൽ അത് പരിണമിക്കുകയും ആ വിശ്വാസം മൂലം നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മുഴുവൻ അനുഭവമായി തീരുകയും ചെയ്യുന്നു. അതാണ് സാക്ഷാത്തായ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ജീവിതമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ രുചിക്കണം. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ വാത്സല്യം, കർത്താവിൻ്റെ നമ്മളോടുള്ള ആഴമേറിയ സ്നേഹവും ആ സ്നേഹം മൂലം കർത്താവ് നമുക്ക് വേണ്ടി തന്ന ദൈവിക ദാനങ്ങളും, ജീവൻ പോലും തന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം, നീളം, വലിപ്പം എല്ലാം നാം ഗ്രഹിക്കണം. അത് നാം അനുഭവിക്കണം. സ്തോത്രം. ജീവനുള്ള ക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോരാ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണെന്ന് അനുഭവിക്കണം. ക്രിസ്തു സ്വഭാവം മാറ്റുന്നവനാണെന്ന് പ്രസംഗിച്ചാലോ പറഞ്ഞാലോ പോരാ. സ്വന്തം ജീവിതത്തിൽ സ്വഭാവം മാറ്റുന്ന ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്ത് സ്വഭാവമാണ് മാറ്റിയതെന്ന് നാം ദിനംതോറും തിരിച്ചറിയണം. അല്ലെങ്കിൽ അതൊരു അറിവായിട്ട് മാത്രം കിടക്കും. അറിവ് ചീർപ്പിക്കുന്നു, ആത്മാവോ ആത്മീയവർദ്ധന വരുത്തുന്നു, ജീവിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ തിരുവചന ശുശ്രൂഷ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കാതലായ ചില അനുഭവങ്ങൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു എന്നുള്ള അനുഭവം, യേശു കണ്ണുനീർ തുടയ്ക്കുന്നവനാണെന്നുള്ള അനുഭവം, യേശു എൻ്റെ അരികിൽ വന്നു, യേശു എൻ്റെ കണ്ണുനീർ തുടച്ചു എന്ന് നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് അനുഭവം പറയുവാൻ തക്കവണ്ണമുള്ളതായ ചില ആത്മീയ അനുഭവങ്ങൾ എല്ലാം ലഭിക്കട്ടെ. ചിലർക്ക് സൗഖ്യം ലഭിക്കട്ടെ. യേശു ക്രിസ്തു സൗഖ്യദായകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു സൗഖ്യം തരുന്ന നമ്മുടെ സ്വന്തം ശരീരത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണം. അനുഭവങ്ങളുടെ ജീവിതം. സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ഏലിയാവിനെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. ഏലിയാവ് പഴയ നിയമകാലത്ത് ശക്തമായി ദൈവങ്ങളിൽ പ്രയോജനപ്പെട്ട ദൈവത്തിൻ്റെ ശ്രേഷ്ഠനായ പ്രവാചകൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ. ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നും ആണ് ഏലിയാവ് വന്നത്. തിസ്ബി ഒരു ചെറിയ ഗ്രാമമാണ്. ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന ഏലിയാവ് ഇപ്പോഴിതാ പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നു. ഏതാണ് പട്ടണം? അന്ന് ആഹാബ് രാജാവ് വാണിരുന്ന ഇസ്രായേൽ രാഷ്ട്രം. സ്തോത്രം. അതിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് ഏലിയാവ് വന്നു. അല്ല, ഏലിയാവിന് ദൈവം അയച്ചു. പ്രിയ സഹോദര, മാന്യ സഹോദരി, നീ ഒരുപക്ഷെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നവനായിരിക്കാം. ഒരു കൊച്ചു വീട്, ഒരു ചെറിയ ഗ്രാമം. ഒരുപക്ഷെ 10ാം ക്ലാസ് പഠിക്കുന്നവരെയും ആ ഗ്രാമത്തിൽ നിന്ന് വിട്ട് അധികം പട്ടണങ്ങളിലേക്ക് പോകാത്തവനായിരിക്കാം നീ. എന്നാൽ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ പുതിയ സ്ഥലങ്ങളിലേക്കും പുതിയ രംഗങ്ങളിലേക്കും നടത്തും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ജീവനുള്ള ദൈവം ഏലിയാവിനെ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നയിച്ചു. അതൊന്നും നാം ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അതിലും വളരെ ഗൗരവതരമായൊരു കാര്യം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം വീണ്ടും ഏലിയാവിൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. യഹോവയുടെ തീ ഇറങ്ങി. എവിടെ നിന്നും? ആകാശത്തു നിന്നും. അതിനുവേണ്ടി ഏലിയാവ് എന്താണ് ചെയ്തത്? ഏലിയാവ് പ്രാർത്ഥിച്ചേ ഉള്ളൂ.
ഏലിയാവ് വിശ്വസിച്ചു, ഏലിയാവ് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പ്. എന്തുകൊണ്ടാണ് ആ ഏലിയാവിന് ആ ഉറപ്പ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ കർമ്മേലിൻ്റെ മലമുകളിൽ 450 400 850 ഭോഷ്കിൻ്റെ പ്രവാചകന്മാർ. കർത്താവിന് സ്തോത്രം. ബാലിൻ്റെ 450 പ്രവാചകന്മാരും 400 അശേര പ്രവാചകന്മാരും, അങ്ങനെ 850 പേര്. മാത്രമല്ല, അന്ന് രാജ്യം വാഴുന്നതായ അഹാബ് രാജാവും തൻ്റെ ഭാര്യ ഇസബേൽ, ദുഷ്ടയായ സ്ത്രീ, ഇസബേലും രാജ്ഞി, ദുഷ്ടസ്ത്രീയായിരുന്നു അവർ. മാത്രവുമല്ല, ഇസ്രായേൽ ജനം മുഴുവനുണ്ട്. അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ 2 തോണിയിലാണ് കാല് വയ്ക്കുന്നത്. കുറച്ച് ദൈവാരാധന, കുറച്ച് ലോകത്തിൻ്റെയും ബാലിൻ്റെയും അശേരയുടെയും ആരാധന. ഇന്നും അങ്ങനെയല്ലേ? സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. എന്നാൽ എല്ലാം വേണം. ആരാധനയും വേണം, ലോകവും വേണം. ആരാധനയും വേണം, പാപവും വേണം. ആരാധനയും വേണം, ഈ ലോകത്തിലെ എല്ലാം വേണം. കർത്താവിന് സ്തോത്രം. ആരാധനയുണ്ട്, കുടുംബത്തിൽ വഴക്കുമുണ്ട്. ആരാധനയുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയുണ്ട്. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ മക്കളും മാതാപിതാക്കളും തമ്മിൽ കലശലായ വഴക്ക്. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഭാര്യയും ഭർത്താവും പോകും, പക്ഷേ തമ്മിൽ ഭയങ്കര അടി. പരസ്പരം കീഴടങ്ങുകയില്ല, പരസ്പരം സ്നേഹിക്കുകയില്ല, പരസ്പരം എളിമപ്പെടുകയില്ല. ഇങ്ങനെയുള്ള അവസ്ഥ. ഇങ്ങനെ കിടന്നാൽ നാം ദൈവരാജ്യത്തിൽ എത്തുകയില്ല. അത് ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമല്ല പ്രിയരെ. നമ്മൾ വിചാരിക്കും, ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, ഒരു പടി കൂടി കടന്ന് ഞാൻ എല്ലാ ദിവസങ്ങളിലും കുറച്ചുകൂടി ആത്മീയ കാര്യങ്ങൾ ഉത്സാഹിക്കുന്നു, ഇനി കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഞാൻ സഭാരാധനയ്ക്ക് പോകുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, വചനം കേൾക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ കൂടുതൽ ആത്മീയമായ കൃപകളും നൽവരങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ മാറ്റമില്ല. ഇപ്പോഴും 2 തോണിയിലാണ്. ലോകത്തിൻ്റെ കാര്യം വരുമ്പോൾ ലോകത്തിലേക്ക് പോകും. കർത്താവിന് സ്തോത്രം. അതല്ല പ്രിയരെ ആത്മീയം. യേശുവിനോട് ചേർന്ന് പോകുന്നതാണ് ആത്മീയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു എവിടെ പോകുന്നു അവിടെ നാം പോകും. യേശു എവിടെ പോകുന്നില്ലേ നാം പോവുകയില്ല. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. യേശു മദ്യൽ ഷാപ്പിൽ പോകുമോ? പോവുകയില്ല. അതുകൊണ്ട് ഞാനും പോവുകയില്ല. മാത്രമല്ല, ദൈവത്തിന് വചനം പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല. മദ്യം അത് പകരുന്നു നോക്കുപോലും വരുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ ഇന്ന് മദ്യപാനമുണ്ട്, എന്നാൽ നൊയമ്പുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തു കാണിച്ചെന്ന വഴിയിലൂടെ പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മനസ്സറിഞ്ഞൊരു തെറ്റ് പറ്റാതെ, അഥവാ ഏതെങ്കിലും കാര്യത്തിലൊരു തെറ്റ് വന്നാൽ ഉടനെ യേശുവിൻ്റെ പാദം കെട്ടിപ്പിടിച്ച് കർത്താവിന് ക്ഷമ പറഞ്ഞ് കർത്താവിൽ നിന്ന് കഴുകൽ പ്രാപിച്ച് ഓരോ ദിവസവും അങ്ങനെ നീതീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ എത്ര പേരത് അനുഭവിക്കുന്നു? പോകട്ടെ പ്രിയരെ. അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ജനം, അതിൻ്റെ മധ്യത്തിലാണ് ഏലിയാവ് നിൽക്കുന്നത്. ഏലിയാവിൻ്റെ പ്രാർത്ഥന അത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. 18-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യമൊക്കെ ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരവരണമേ, നീ തന്നെ ദൈവം യഹോവേ എന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി ദീർഘമായ പ്രാർത്ഥനയല്ല, പക്ഷേ നല്ല ആഴത്തിലുള്ള പ്രാർത്ഥന. ഒന്ന്, ദൈവത്തിന് മഹത്വം കൊടുത്തിക്കൊണ്ട് യഹോവേ നീ തന്നെ ദൈവം. ഏലിയാവിൻ്റെ പേര് വീഴാനല്ല ഏലിയാവ് പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രിയരെ, നമ്മുടെ ചില പ്രാർത്ഥനകൾ നമ്മുടെ പേരുകളും സ്ഥാനങ്ങളും നമ്മുടെ പദവികൾ ഉയർത്താനുള്ളതാണോ? അങ്ങനെ ആകരുത്. എന്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ഏത് ചെറിയ കാര്യങ്ങളും പ്രാർത്ഥിച്ച് ലഭിച്ചാൽ അത് ദൈവത്തിന് മഹത്വം കിട്ടണം. അത് നമുക്ക് കർത്താവിനെ സാക്ഷിക്കാനുള്ള ഒരു വകയായി തീരണം. സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും, ഞാൻ അങ്ങയുടെ ദാസനാണ്, അത് ജനം അറിയണം. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നൊന്ന് വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, എന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് ഈ ജനം ഒന്ന് അറിയട്ടെ. ഞാൻ കർത്താവിൻ്റെ ഹിതപ്രകാരമാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോകുന്നതെന്ന് ഈ ജനം ഒന്ന് മനസ്സിലാക്കാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഉടനെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറവും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അതെ, ഏലിയാവ് പ്രാർത്ഥിച്ച കാര്യം നടന്നു. യഹോവ തന്നെ ദൈവമെന്ന് ജനം പറഞ്ഞു. അത് ജനത്തിൻ്റെ വായിൽ നിന്ന് ആ ഒരു കാര്യം വരുമ്പോൾ തന്നെ അതിൽ തന്നെ ലയിച്ചു നിൽക്കുന്നൊരു കാര്യമാണ് ഏലിയാവ് ദൈവത്തിൻ്റെ ദാസനാണെന്ന്.
കർത്താവിന് സ്തോത്രം. ഏലിയാവ് ഇതൊക്കെ ചെയ്തതെല്ലാം ദൈവപ്രകാരമാണെന്നും അതിൽ തന്നെയുണ്ട്. കാരണം തീ ഇറങ്ങി, യഹോവയായ ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. അതേ പ്രിയരെ, ഈ ഭൂമിയിൽ കത്തുന്ന തീയല്ല, സ്വർഗത്തിൽ നിന്നിറങ്ങി കത്തുന്ന തീ. സ്വർഗത്തിൽ നിന്ന് തീയെ വിളിച്ചു വരുത്താൻ ഈ ഭൂമിയിലെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് കഴിയും. സ്തോത്രം. അത് അന്ന് മാത്രമല്ല, ഇന്നും കഴിയും. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ദൈവത്തിൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിൽ അവനെ വിശുദ്ധീകരിക്കുന്ന തീ, ദൈവത്തിന് മഹത്വം കിട്ടുന്ന സ്വർഗത്തിൻ്റെ തീ. ഹല്ലേലൂയ. നാട്ടിലുള്ളതായ ബിംബാരാധനകളെ കത്തിച്ച് കളയുന്ന തീ. പ്രിയപ്പെട്ടവർ, അത് ഇന്നും ഇറങ്ങും. ആ തീക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? മകനെ, ആ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങിയാൽ നിൻ്റെ ബന്ധനങ്ങൾ കത്തിപ്പോകും. മകളെ, ആ സ്വർഗീയ തീ നിൻ്റെ മേലിറങ്ങിയാൽ നിൻ്റെ രോഗങ്ങൾ കത്തിപ്പോകും, നിൻ്റെ അവിശ്വാസങ്ങൾ കത്തിപ്പോകും, നിൻ്റെ അഹങ്കാരങ്ങൾ കത്തിപ്പോകും. ഇന്ന് ഭർത്താവിനെ വിനയപ്പെടാതെ ഭർത്താവിനോട് അഹങ്കാരം പറയുന്ന, ഭാര്യയെ സ്നേഹിക്കാത്ത, ഭാര്യയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ള അനേക മനുഷ്യജീവിതങ്ങളിൽ വലിയ മാറ്റം വരും. മകളെ, പ്രിയ സഹോദര, നിൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ ഈ തീ ഇറങ്ങിയാൽ കത്തിപ്പോകും, രോഗാണുക്കൾ കത്തിപ്പോകും. നീ രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. ഈ സ്വർഗത്തിൻ്റെ തീ വേണമോ? സ്വർഗത്തിൽ നിന്നും കർത്താവ് തീ അയക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചാൽ, ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ തീ ഇറക്കും. സ്വർഗത്തിൻ്റെ തീ. ആ തീ ഇറങ്ങുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? ഹല്ലേലൂയ. ഇതൊന്നും ഈ ബൈബിളിനെ ആസ്പദമാക്കി, ഞാനിപ്പോൾ ഈ വാക്യത്തെ ആസ്പദമാക്കിയൊന്നും വിവരിക്കുന്നില്ല. ഒറ്റ കാര്യം, അസാധ്യമാണ് സ്വർഗത്തിൽ തീ ഇറങ്ങുന്നത്. പക്ഷേ പ്രാർത്ഥനയാൽ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് ജീവനുള്ള ദൈവം തെളിയിച്ചു. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും വൻ കാര്യങ്ങൾ നേടിത്തരാൻ ഇടയാക്കും എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ അറിയിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? തീർച്ചയായും നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കൂ. എന്നാൽ നിങ്ങൾ അത്യാവശ്യമായി ഞങ്ങളെ വിളിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.